എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹത്തോടുകൂടെ സ്വാഗതം. ഇതും ഓണം റെസിപ്പീസ് ഞാൻ ഇന്ന് കണ്ടിന്യൂ ചെയ്യുകയാണ്. ഓണത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണല്ലോ ശർക്കര വരട്ടി. അപ്പോൾ ഇങ്ങനെ ഒരു 4 മീഡിയം സൈസ് ഏത്തക്കയാണ് എൻ്റെ കയ്യിലുള്ളത്. ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. സമയം കളയാതെ ഞാൻ ഒടുവിലത് ഒരു സ്ലൈഡായിട്ട് വീഡിയോയുടെ ഒടുവിൽ കാണിക്കാം. അപ്പം നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓണത്തിന് ഒരുപാട് റെസിപ്പീസ് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പം അത് നിങ്ങൾ എല്ലാവരും ഒന്ന് കാണണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് അതൊന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കണം. ഈ പച്ച ഏത്തക്കയുടെ തൊലി ഒന്ന് കളയണം. അപ്പം ഇതാദ്യം ഞാനൊന്ന് ഇതിനെ തൊലി ഒന്ന് കളയട്ടെ. ഈ ഏത്തക്ക എന്ന് പറയുന്നത് നല്ലപോലെ വിളഞ്ഞതാണെങ്കിൽ ഏറ്റവും നല്ലത്. ഇത് ഇങ്ങനെ ഓരോന്നൊന്ന് വരഞ്ഞതിന് ശേഷം അങ്ങനെ ഇളക്കി കളഞ്ഞാൽ മതി. നിങ്ങൾക്ക് എളുപ്പമുള്ളതുപോലെ അത് തൊലി കളയാം. ഇതിന് കറയുണ്ടെന്നുള്ള കാര്യം അറിയാമല്ലോ അല്ലേ? അപ്പോൾ കയ്യലിച്ചിര എണ്ണയോ അല്ലെങ്കിൽ ഉപ്പോ പുരട്ടി അത് പൊളിച്ച് കളഞ്ഞാൽ എളുപ്പമായിരിക്കും. അപ്പം ഞാനിത് പൊളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ തൊലിയുടെ എന്തെങ്കിലും ഭാഗമുണ്ട് ഇങ്ങനെ അങ്ങ് ചിരണ്ടി കളഞ്ഞാൽ മതി. ഇനി ഇത് നമുക്കൊന്ന് അരിഞ്ഞെടുക്കണം. ഞാനിത് 2ആയിട്ട് ഡിവൈഡ് ചെയ്താണ് അരിയുന്നത്. ചിലത് 4 ആക്കും. നിങ്ങളുടെ ഇഷ്ടം പോലെ ആ കാര്യം ചെയ്യാം. ഞാനിങ്ങനെ 2ആയിട്ടൊന്ന് കീറിയതിന് ശേഷം അധികം കട്ടിയിലും ഞാൻ അരിയാറില്ല. വളരെ ഈസിയാണിത്, ഒരു പ്രയാസവുമില്ല. അപ്പോൾ ഇത് അരിഞ്ഞു വെച്ചു. ഇതിൻ്റെ ഏകദേശം കട്ടി തന്നെ ഞാൻ ഇത്രയും കട്ടിയിലേ അരിഞ്ഞിട്ടുള്ളൂ. കാര്യം ഒരുപാട് കട്ടിയാണെങ്കിൽ ചിലപ്പോൾ അത് വറക്കുമ്പം അകം വേകാതെ പതുപതാന്നിരിക്കും. അപ്പോൾ ഒരു രസം ഉണ്ടാവില്ല. ഒരല്പം എണ്ണ ഇതിലേക്ക് ഒഴിച്ച് ഇതൊന്ന് പുരട്ടണം എല്ലാം കൂടെ. എൻ്റെ ഐഡിയ എന്താണെന്ന് വെച്ചാൽ ഏത്തക്ക വറക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെ ഒട്ടിപ്പിടിക്കുമ്പോൾ സാധാരണമാണത്. അപ്പോൾ അതിനുള്ളൊരു ചെറിയൊരു ടെക്നിക്കാണ് എണ്ണയൊന്ന് ഫുൾ ഇതിൽ പുരട്ടി വയ്ക്കുക. വേറൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അരിഞ്ഞു വെച്ച വാഴയ്ക്ക കറുത്ത് പോകത്തില്ല. ഇതാ എണ്ണ നല്ലപോലെ ചൂടായി. ഇടുന്ന ഉടനെ അതിങ്ങനെ മേളിലോട്ട് പൊങ്ങി വരികയാണെങ്കിൽ എണ്ണ ചൂടായി എന്നാണ് അർത്ഥം. അപ്പം ഞാൻ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തക്ക ഇടാം. തീ ഒരുപാട് ആദ്യമേ കൂട്ടി വെക്കരുത്. കാര്യം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വെളിഭാഗം അല്ലെങ്കിൽ അതിൻ്റെ പുറംവശം മാത്രം മൂക്കും, അകം മൂക്കത്തില്ല. എണ്ണയ്ക്കകത്ത് ഒത്തിരി ഏത്തക്ക ഇടുകയും ചെയ്യരുത്, അത് ഒട്ടിപ്പിടിക്കും. ഞാനൊരു 2 ബാച്ചായിട്ട് കുറച്ചേ ഉള്ളെങ്കിലും എണ്ണ അധികം കളയണ്ടെന്ന് വിചാരിച്ചിട്ട് 2 ബാച്ചായിട്ടാണ് ഞാനത് വറക്കാൻ പോകുന്നത്. നമ്മൾ എണ്ണ പുരട്ടി വെച്ച് കഴിഞ്ഞാൽ അത് ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് രക്ഷപ്പെടാം കേട്ടോ. അതൊരു സൂത്രപ്പണിയാണ്. ഇത് ഒരു പകുതി മൂക്കുമ്പം നമ്മളതിൻ്റെ തീ ഒന്ന് കുറച്ച് കൊടുക്കണം. ശകലം അതിൻ്റെ അകം കൂടെ ഒന്ന് മൊരിയാനായിട്ടാണ്. ഫുള്ള് തീയിൽ വെച്ച് ഒടുവ് വരെയും ചെയ്യരുത്. അപ്പം വെളിവശം മാത്രം പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകും. അപ്പം തീ അഡ്ജസ്റ്റ് ചെയ്യണം, അത് മറന്നു പോകരുത്. ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്യുന്നത് എല്ലാ കുക്കിങ്ങിനും പ്രധാനമാണ്. ഈ മൂത്ത് വരുമ്പോഴത്തേന് ശബ്ദം മാറി വരും കണ്ടോ. അകത്തെന്തോ ഒരു എന്താ പറയുക വെള്ളമുള്ള പോലെ നമുക്കറിയാമല്ലോ. അപ്പോൾ ഇത് അല്ലെങ്കിൽ നമ്മളൊന്ന് എടുത്ത് ഒടിച്ച് നോക്കണം. അത് ഒടിയുമെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് കടിച്ച് നോക്കിയാൽ അത് നന്നായിട്ട് ക്രിസ്പി ആയെങ്കിൽ നമുക്ക് അന്നേരം ഓഫ് ചെയ്യാം. ഇങ്ങനെ കിലുവിലാന്നുള്ള ശബ്ദം ആയി കഴിഞ്ഞുകൊണ്ട് നമുക്കത് ഇനി എടുക്കാം. ഒന്നിച്ചങ്ങ് എടുക്കുന്നത് പിന്നെ അതിനകത്ത് കിടക്കുന്ന ഭാഗം വെന്ത് പോകണ്ട, കരിഞ്ഞു പോകണ്ട, പല മൂപ്പായി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. നമ്മുടെ 2ാമത്തെ സെറ്റും റെഡി ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചതിൻ്റെ സൈഡിലോട്ട് ഇട്ട് ഇതൊന്ന് തണുക്കണം ഇനി. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് തണുത്തിട്ട് വേണം ഇനി നമുക്ക് ശർക്കര പുരട്ടുന്ന പരിപാടി ചെയ്യാൻ. നമ്മൾ ആ എണ്ണ പുരട്ടി വറുത്താണ്, ഒരെണ്ണം പോലും ഒട്ടിപ്പിടിച്ചിട്ടില്ല കണ്ടോ. എല്ലാം സെപ്പറേറ്റ് ആയിട്ടാണ്. അപ്പോൾ ഈ കുക്കിങ്ങിനകത്ത് ടിപ്സ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾ വീഡിയോ കാണുമ്പം ചിലർ സ്കിപ്പ് ചെയ്ത് കാണാറുണ്ട്. ചില വീഡിയോസൊക്കെ ഒരുപാട് നീളത്തിലാണെങ്കിൽ നിങ്ങൾ സമയം കളയുന്നതുകൊണ്ട് അങ്ങനെ ചെയ്യാം. പക്ഷേങ്കിൽ പൊതുവേ നീളം കുറഞ്ഞ വീഡിയോസ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കണം. അതിനകത്ത് ചില എന്താ പറയുന്നത്, ചിലവർ ഈ ടിപ്സ് പറഞ്ഞു തരും. അങ്ങനെയുള്ളവരുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ആ ടിപ്സ് മിസ് ചെയ്യരുത്. മിസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഉപയോഗപ്രദമായിട്ടുള്ള ഇൻഫർമേഷൻ ആയിരിക്കും മിസ് ചെയ്യുന്നത്. അപ്പം ഇനി നമുക്കത് ശർക്കര പുരട്ടാം. അതായത് ശർക്കര പുരട്ടിയെന്നും ശർക്കര വരട്ടിയെന്നും ഒക്കെ പറയുന്നുണ്ട്. രണ്ടും കറക്റ്റാണ്. ശർക്കര അത് പുരട്ടുകയാണ്, അതല്ലെങ്കിൽ ശർക്കരയിൽ വരട്ടുകയാണ്. അപ്പം ഞാൻ അതിലേക്ക് കുറച്ച് ശർക്കര, ഇത് ഓൾറെഡി ഉരുക്കി അരിച്ചു വെച്ചിരിക്കുന്ന ശർക്കരയാണ്. ഇപ്പം ഈ ശർക്കര കേട്ടോ, ഇത് ഇങ്ങനെ പിടിച്ചാൽ ഇങ്ങനെ പോരും. ഇങ്ങനെ പിടിക്കുമ്പോൾ ഒരു നൂല് പോലെ വരണം. ആ പരുവം വരെ ആകണം ശർക്കര. ആദ്യമായിട്ടൊക്കെ നമ്മൾ ചെയ്യുമ്പം അത് ചെറിയ തീയിലിട്ട് ചെയ്യുക. പെരുന്തീ വെച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാം പ്രശ്നത്തിലായിപ്പോൾ. അതുകൊണ്ട് ചെറിയ തീയിൽ വെച്ച് ചെയ്യുക. ശർക്കര വെള്ളം കുറഞ്ഞു വരുംതോറും ഇത് പതയാൻ തുടങ്ങും. ഇനി നമുക്കൊന്ന് നോക്കാം. ഇതിൻ്റെ ചൂടാണേ. ശർക്കര പഴയ പോലെ അല്ല, ഇപ്പോൾ ദേ കണ്ടോ വലിയുന്നത് കണ്ടോ.
ഒരു നൂൽ പരുവം എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഈ പരുവമാകുമ്പോൾ നമുക്ക് അങ്ങനെ ശർക്കര കട്ടിയായി ഒരു നൂൽ പരുവാകുന്ന ഉടനെ നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ഏത്തക്ക ഇടാം. തീ കുറച്ചിടണേ. ഇതിൻ്റെ കളറ് കണ്ട് പേടിക്കണ്ട. ഇതിൻ്റെ കളർ നല്ല ചോക്ലേറ്റ് പോലെ ഇരിക്കുന്ന എന്താ പറയുക, മറയൂർ ശർക്കരയാണ്. പിന്നെ ഇങ്ങനെ ഡ്രൈ ആയിട്ട് വരുമ്പോൾ കുറച്ച് ഏലക്കാപ്പൊടി, അതുപോലെ തന്നെ ചുക്ക്, ഡ്രൈ ജിഞ്ചറാണ് ചുക്ക്, ഒരല്പം ജീരകപ്പൊടി. എന്നിട്ടിത് ഇളക്കി കൊടുക്കുക. ഇത് നന്നായിട്ട് ഡ്രൈ ആകണം. അപ്പം ശർക്കര വരട്ടി നമ്മുടെ റെഡിയായി. ശർക്കരയുടെ കളറാണ് കേട്ടോ, നല്ല കാഡ്ബറീസ് പോലെ ഇരിക്കുന്നു. അപ്പോൾ ഇത് നല്ലപോലെ എല്ലാം ഡ്രൈ ആയി കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ഓഫ് ചെയ്യാം. ഇതൊന്ന് തണുക്കുന്നിടം വരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ നല്ല സെറ്റാവും. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാനെത്തും. ടിൽ ദെൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്.